സാധാരണ ഒരു എന്താ പറയാ റമദാന്റെ രാത്രി റമദാൻ 9 റമദാൻ 9 ഇത്ര പെട്ടെന്നല്ലേ? നമ്മളിപ്പോ എവിടെ പോണേ? നമ്മളിപ്പം തീപ്പെട്ടി ചായ കുടിക്കുക. സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. നോമ്പെടുക്കുക, കുറച്ചു നേരം അങ്ങോട്ട് ഇങ്ങോട്ട് പോവുക, പിന്നെ എന്തെങ്കിലും കോളും സാധനമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചായ അടിക്കാൻ പോവുക. അപ്പൊ ചായ അടിക്കാൻ പോവുക. ഹെൽമെറ്റ് ഉണ്ട് വെക്കാത്തതാണ്. ക്യാമറ മുമ്പ് അങ്ങനെ ഹെൽമെറ്റ് വെച്ച് ക്യാമറ കണ്ട അപ്പ ഹെൽമെറ്റ് വെക്കുക, അല്ലെങ്കിൽ പോലീസിനെ കാണാം. എല്ലാ ദിവസവും ഹെൽമെറ്റ് വെക്കാൻ പോകും. നമുക്ക് കാണാട്ടോ സാധനം പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. സ്വർഗം ഓതോ ലൈറ്റ് കാണുന്ന സ്ഥലമാണ് സ്വർഗം. സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലം. നോമ്പിന് മുന്നേ നോമ്പിന് ശേഷവും പോയി മടുത്തു. ഇവിടെ എത്തുമ്പോ ഒരു ഫസ്റ്റ് ടൈം എല്ലാവർക്കും ഒരു സാധനം ഉണ്ടാവും, മെല്ലടിക്കുമ്പോഴേ ഒരു ക്രേവിങ്സ് ഉണ്ടാവും. പക്ഷെ നേരെ മറിച്ചിട്ട് തീപ്പെട്ടിയിലെ ലോട്ടസ് പ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആവറേജ്. ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായമാണ്. വേണ്ടുന്നവർക്ക് അംഗീകരിക്കുക, ഇല്ലാത്തവർക്ക് ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടം. എല്ലാവരും ടേസ്റ്റ് പോസ്റ്റ് വേറെയാ. ഇല്ല, പ്രൊമോഷൻ കൊടുക്കൂല അവള്, ആർക്കും ഇല്ല. നമ്മുടെ ബ്രാൻഡിന് വീട്ടൊന്നുമില്ല. എന്താ പറയാ, നമുക്ക് ഇങ്ങനെ കൊണ്ടുപോവാം. നമ്മുടേതായിട്ടുള്ള ഈ മൂവ്മെന്റ്സും കാര്യങ്ങളും ചുമ്മാ ക്യാപ്ചർ ചെയ്തിട്ടില്ല. വ്യൂസ് ഒന്നും നോക്കിയിട്ടൊന്നുമല്ല. സമയത്തെടുത്ത് നോക്കുമ്പോ അത് എപ്പോഴാന്നറിയോ? ഇപ്പൊ ഈ ഒരു ചാനലില്, ഈ വീഡിയോ വരുന്ന ചാനലില് എന്റെ പഴയ 2022 18 മറ്റേ കൊറോണ സമയത്തുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട്. ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എടുത്ത് കാണുമ്പോഴേ ഒരു സന്തോഷമാണ്. അത്രേ ഉള്ളൂ. നമ്മുടെ തീപ്പെട്ടിയിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തൊരു പരിപാടി! ചായ കുടിക്കുക, അടുത്ത മരമുണ്ട്, എന്നിട്ട് കുറച്ച് സംസാരിക്കും, സീരിയസ് ഡിസ്കഷൻസ്. അതൊന്നും ഇതിൽ ഇൻവോൾവ് ചെയ്യണ്ട അല്ലേ? എന്നിട്ട് നേരെ നമുക്ക് കോഴിക്കോടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് മന്തി കഴിക്കാം. ഇന്ന് കുറേ ആയി നമ്മൾ മന്തി കഴിച്ചിട്ട്. സോ നമ്മള് മന്തി കഴിക്കും. പിന്നെ എന്തെങ്കിലും ഉപ്പിലിട്ടത് സ്ഥിരമായിട്ടുള്ള സാധനം നോമ്പായി കഴിഞ്ഞാൽ റമദാനിൽ ഉപ്പിലിട്ട കഴിക്കും. എന്നാ നേരെ റൂം കൊടുക്കാം. ഇതാണ് സംഭവം, നമ്മുടെ ഇപ്പോഴത്തെ റൊട്ടീൻ. നമ്മൾ കാത്തിരുന്ന പറയാൻ പറ്റില്ല ബിസിനസ്. അപ്പൊ ഈ സമയം റെക്കോർഡ് ചെയ്തില്ല. പ്ലാനിൽ ഒരു സഡൻ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മള് അവിടുന്ന് നിർത്തി നേരെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ചെറിയ പെട്ടിക്കടയില് വന്ന് എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യാന്ന്. സ്ഥിരം ചായ അല്ലേ, അപ്പൊ അതൊന്ന് മാറ്റി പിടിക്കാൻ. അത് എത്ര മാസം ഷെൽഫ് ലൈഫ് ഉണ്ടാവുക, അങ്ങനെ കാര്യങ്ങള്. അത് ഇത് നാളെ ചെയ്തു കല്യാണം നമ്മളൊരു മെത്തല്ല നാളെ. നമ്മള് സ്ഥിരം പൈനാപ്പിൾ വിട്ടിട്ട് ഒരു കളിയില്ല. സ്പെഷ്യൽ മസാലയാ. ഇവിടെ ബൂസ്റ്റ്. പാഷൻ ഫ്രൂട്ട് വെടിക്കെട്ട് പാഷൻ ഫ്രൂട്ട് അതും അടിപൊളി കാണാം. അതും മധുര തന്നെയാണ്. ഏരുണ്ടല്ലോ അത് അടിച്ചു നോക്കി. ആ സോഡ വിട്ട് ഞാൻ ഒരു പറ്റൂല ഇത് പിടി ഒറ്റ യാറല്ലേ കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല. ഇതെത്ര മുതലാളി അജ്മൽ മുതലാളി.
അവന്റെ ഐറ്റം അതിലാണ് കാര്യം. ഇത് കുലുക്കോടാ വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. പൊട്ടിക്കോ അവിടെ കുലുക്കല് ഇവിടെ തള്ളല്. സ്ഥലം എവിടെയാന്ന് പറഞ്ഞോട്. ഇത് നമ്മള് കറക്റ്റ് പറഞ്ഞാൽ നമ്മള് രാമനാട്ടിൽ നിന്ന് കോഴിക്കോട് രാമനാട്ടർ ഭാഗത്താണ് ക്രസന്റ് ഹോസ്പിറ്റല്. അത് നേരെ അടുത്താണ് ഹിൽവുഡ്. അപ്പൊ നേരെ ഹിൽവുഡിന്റെ നേരെ ഫ്രണ്ടിൽ നമ്മൾ 4+4 ചെക്കന്റെ അടിയാണ് സാധനം. പുലിക്ക് മറിച്ചടിക്കുക. മറക്കടിക്കുന്ന ആള് ആചാരാണ് ആള്. സാധനം ഉണ്ട്. കുസാർക്ക് മുന്നിരിക്കാൻ കുസാർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓവറാക്കാണ്ട് പറയുന്നുണ്ട്. അപ്പൊ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഹോട്ടല് അഭിപ്രായം ഗ്ലാസ് കുറച്ച് എളുപ്പം കൂട്ടായി. ഇതുവരെ തൈരിന്റെ മൂപ്പരെടുത്ത് തന്നെ പറ പോയിട്ട് നക്കിട്ട് പോടെ. പക്ഷെ സാധനം നൈസായിരുന്നു. ഞാനാണെങ്കിൽ മറ്റേ ആ പൈനാപ്പിൾ സാധനം കുടിച്ചിട്ട് ഇങ്ങനെ എരിഞ്ഞു നിൽക്കുക മൊത്തം. കിഡ്നിയൊക്കെ പടച്ചിടായി. എല്ലാം കൂടി കത്തിപ്പോയി. തിരിഞ്ഞ് അവസാനം നമ്മൾ എവിടെ എത്തി? ഒരു കിടിലം സ്പോട്ടിൽ കൊണ്ടുപോവാ. അവിടെ കിടിലം മന്തി കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. പാളിപ്പോയി. നോമ്പായതുകൊണ്ട് അടച്ചിട്ടായിരിക്കുന്നു. ഇങ്ങനെ നമ്മളെ സ്ഥിരം സ്പോട്ടിലോട്ട് ബിരിയാണി മന്തിയൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടിലോട്ട് വന്നിരിക്കുന്നു. എന്തേ സ്പെഷ്യൽ സ്പോട്ടിന് പോവാന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി ചാർജ് ഇല്ല. ചുമ്മാ കറങ്ങി അടിച്ചു ചാർജ് ചെയ്യാം. ബൈ. ഹലോ വൈസ്. എനിക്ക് മന്തി. ഇത് നമ്മുടെ സ്ഥിരം വെള്ളിയാഴ്ച സ്പോട്ടാണ്. സോ നമ്മളിതാ മന്തി എന്നുള്ള ഒരു മോഹമായിട്ട് കോഴിക്കോട് മൊത്തം കോഴിക്കോട് എത്തിയിട്ടില്ല സംഭവം. ഫെറോക്ക് രാമനാട്ടരൊക്കെ കറങ്ങി ചാർജും കഴിഞ്ഞ് നമ്മള് നേരെ ഇപ്പൊ ഒരു നമ്മുടെ സ്ഥിരം വെള്ളിയാഴ്ച സ്പോട്ട്. നോയമ്പുള്ള സമയത്തല്ല, ഇല്ലാത്ത സമയത്ത് വെള്ളിയാഴ്ച വരുന്ന ഒരു സ്പോട്ട്. എന്തായിരുന്നു സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? NBS ആണോ NBC ആണോ? NBC. ഒരു സാധാ കട, വലിയ സംഭവമൊന്നുമല്ല. എന്നാലും ബിരിയാണിയും കാര്യങ്ങളൊക്കെ സീനല്ലേ. ചിരിക്കുന്നെന്താ? തിരിച്ചെന്താ കാര്യം പറ. വേറൊന്നുമില്ല, ചെസ്റ്റ് പീസ് ചാമലി. എനിക്കിതാ ലെഗും അടി നോക്കും. എങ്ങനെയുണ്ടാ സാധനം? എങ്ങനെയുണ്ട്? അമ്മ പറയല്ലോ, നമ്മള് ഓവർ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് കഴിക്കരുത്. സംഭവം പ്രൊമോഷൻ ആയിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ബാക്കി ഹോണസ്റ്റ് റിവ്യൂ വണ്ടി അടിക്കുന്ന അടി നോക്ക്. കുഴച്ച് പിന്നെ ചൂട്, നല്ല ചൂട് പീസ് ആരെ പീസൊക്കെ ഇട്ടിട്ട് ഏതാ സാധനം. ഇപ്പൊ വന്നിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത്താഴത്തിനുള്ള ഫുഡ് നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഒരു ആപ്പിൾ, പിന്നെന്താ ഒരു ആപ്പിള്, മാതള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ റുമാൻ വരെ റുമാൻ. പിന്നെ പഴം, ഒരു ആപ്പിള്, ഒരു മാതൽ, ഒരു പഴം, ഓട്സ്, പാല്. ഇതാണ് നമ്മുടെ അത്താഴത്തിന്റെ അത്താഴം. എന്ത് ഗുഡൻസ്
നമ്മുടെ മെയിൻ നൈറ്റ് ഫുഡ് നോമ്പിന്റെ സമയത്തുള്ള ഫുഡാണ്. നമ്മൾ എന്തൊക്കെയോ പ്ലാൻ ആക്കാ. ബീച്ചിൽ പോകണം, ഉപ്പിലിട്ട് കഴിക്കണം, ഒന്നും എടുക്കില്ല. ഒരു മന്തി അടിച്ചപ്പോ തന്നെ ഡെഡായി, സൈഡായി. ഇനി പോയി കുറച്ച് അടിക്കൊക്കെ ചെയ്തിട്ട് പരിപാടിയൊക്കെ രാവിലത്തേക്കുള്ള സോക്ക് ചെയ്തിട്ട് ഗുദാഫീസ്. റൂമിൽ പോയിട്ട് കിടന്ന ഞങ്ങളിതാ സമയം 1:30 വണ്ടി ഇവിടെ ചാർജിനിട്ട്. എന്നിട്ടിതാ എവിടെ പോണടാ? എന്തിനി? ജ്യൂസ് കുടിക്കുക. രാത്രി 1:30 ആയപ്പോ കിടന്ന് ഞങ്ങള് എണീറ്റിട്ട് ഇവന് വിശക്കണമെന്ന് മന്തി കഴിച്ച്. അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയിലല്ല പോകുന്ന ബുള്ളറ്റിനാണ്. സൗണ്ട് ഇച്ചിരി കുറവായിരിക്കും. സോ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആഡോ ചെയ്യാൻ. സോ ഗൈസ്, നമ്മൾ എത്തിയിരിക്കുകയാണ്. എവിടെ? കോഴിക്കോട് നിയർ PT ഉഷ റോഡ്, ചേവരമ്പലോ അങ്ങനെ എന്തോ ആണ് ഈ സ്ഥലത്തിന്റെ പേര്. സോ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഉദ്ദേശിച്ചത് അവിടെ വരാനായിരുന്നില്ലേ? എന്നിട്ട് നേരെ നമ്മൾ അവിടെ പോവാൻ കാരണം എന്താ? അവിടെ സാധനമില്ല, അവര് കൂട്ടാൻ പോവാൻ. അല്ലെങ്കിൽ 2 മണിക്കൊക്കെ വന്നിട്ട് ജ്യൂസ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ ജ്യൂസ് കിട്ടുന്ന സ്ഥലമുണ്ട്. കോഴിക്കോട് പിന്നെ ഫുഡിന് ക്ഷാമം ഇല്ലല്ലോ. അപ്പൊ അതാ നമ്മള് അടുത്തൊരു കട തപ്പിയിട്ട് പോവാണ്. എനിക്കറിയില്ല ഈ സൗണ്ട് കിട്ടുന്നുണ്ടോന്നൊന്നും. എന്നാലും എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും അറിയാം. നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ, അല്ല എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വെട്ടിക്കളയോ എന്നൊന്നും അറിയില്ല. എനിവേ നമ്മളിതാ ബീച്ചിന്റെ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ചിന്റെ ഭാഗത്തോട്ട് മുഹമ്മദ് ബുള്ളറ്റ് വേറെന്താ പറയല്ലേ? പറ ഇനി ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് കാണാം. ഈ വളക്കൽ എന്തിനാന്നും കൂടി പറ. ഹലീം ഹൈദരാബാദി ഹലീം. നമ്മളെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു സ്ഥലത്തോട്ട് ഇറങ്ങും. നമുക്ക് പലപ്പോഴും പറ്റുന്ന സാധനമാണ്. ഒരു സ്ഥലത്തേക്ക് ഇറങ്ങും, കോഴിക്കോട്ടൊക്കെയാന്ന് വെച്ചിട്ട് ഇറങ്ങും. പക്ഷെ നേരെ മറിച്ചിട്ട് വേറെ എന്തെങ്കിലും കാരണത്തിലായിരിക്കും തിരിക്കുക. കോഴിക്കോട് ഫുഡ് സ്ട്രീറ്റ്സ് ഹലീം 1 ഉണ്ടായിരുന്നു, അത് കൂട്ടി. ഇവിടെ ഹലീമില്ല. ഒക്കെ നോക്കൂ, എങ്ങനത്തെ മനോഹരമായ സംഭവങ്ങളാണ് നമ്മളത്. എല്ലായിടത്തും ഉപ്പിലിട്ട സാധന. എന്ത് കുളം കലക്കിയും ആ കലക്കിയും ഈ കലക്കിയും ഒക്കെ ആയിട്ട്. ഫൈനലി എന്താ നിയർ സൈൻ ലെവന്റെ അടുത്തുള്ള ഒരു ഹലീം നമ്മൾ എന്തോ പ്ലാൻ ചെയ്തിട്ടാണ്. എന്ത് ഹലീം ഉണ്ടോന്ന് ചോദിക്കേ. മൂഞ്ചി കിട്ടി. ചിക്കൻ നമ്മുടെ ചിക്കൻ ഹലീം കളർ കണ്ട. ഈ ക്യാഷ് ഒന്നും ടോട്ടൽ അത് 1/2 കിലോ ആയി. പോകാനുള്ള പരിപാടിയാണ്. കൂട്ടാറായോ? ഹലീം ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണേ. ഫസ്റ്റ് ടൈം ഹലീം കഴിക്കാൻ വന്ന മുഹമ്മദ്, ജ്യൂസ് കുടിക്കാൻ വന്ന മുഹമ്മദ്. ഹലീം നമുക്ക് കൂട്ടാറായ സമയത്ത് വന്നുകൊണ്ട് ഇതൊരു സ്നേഹത്തിന് കുറച്ചും കൂടി തന്നുണ്ട്. ട്രൈ. കൺസിസ്റ്റൻസി ഈസ് ഗുഡ്. ഇന്ന് മൂഞ്ച് കിട്ടുന്നുണ്ടോ? മെൽറ്റായി പോണ്ട്. നമ്മുടെ ആ പ്ലാന് മാറ്റിയിട്ട് നേരെ എവിടേക്ക് പോയി? ഹലീം കഴിക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് തോന്നിയ ഒരു ആഗ്രഹമായിരുന്നു. നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്തിട്ട് വരും. കോഴിക്കോട്ടേക്ക് പോവാം, ജ്യൂസ് കുടിക്കാം, അല്ലെങ്കിൽ സർവത്ത് കുടിക്കാം എന്നുള്ള രീതിക്കൊക്കെ വരും. പക്ഷെ പ്ലാൻ മാറും. എന്നിട്ട് എന്ത് ചെയ്യാ? എന്തെങ്കിലും പോകും, എവിടേക്കെങ്കിലും പോകും. നേരത്തെ മന്തി കഴിക്കാണെന്ന് വെച്ചിട്ട് നമ്മുടെ NCR അവിടെ പോയിട്ട് ഈ മന്തി വെറുതെ അറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അടുത്ത പോട്ട് എന്താ കഴിക്കാന്നുള്ളതൊന്നുമില്ല, ഇങ്ങനെ പോവാ തന്നെ. കോഴിക്കോടിന്റെ വിജനതയിലൂടെ, വിജനത ഒന്നും പറയാൻ പറ്റൂല, എന്നാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് കോഴിക്കോട് രാത്രി ആയാലും രാവിലെ ആയാലും
ഫുൾ ഓൺ ആക്റ്റീവ. കുറെ ആൾക്കാരൊന്നും ഇല്ല, എന്നാൽ പോലും ആൾക്കാർ വന്നും പോയി ഒക്കെ നിൽക്കുന്നുണ്ട്, ചില്ലടിക്കുന്നുണ്ട്, ഫാമിലി ആയിട്ടുണ്ട്. നോയമ്പ് പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ അത് പൊളിച്ച് കിട്ടിയോ ഇല്ലയെന്ന് അറിയില്ല. പല കച്ചവടങ്ങളും നടക്കുന്നുണ്ട് തകൃതിയായിട്ട്. ഇതാണ് കോഴിക്കോട്, ബ്യൂട്ടി ഓഫ് കോഴിക്കോട്, കോഴിക്കോട് ബീച്ച്. എന്താണെന്നറിയില്ല, കോഴിക്കോടിൻ്റെ അടുത്ത് ഒരു മൊഹബത്താണ്. അപ്പൊ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് നമ്മൾ പോകുമ്പോഴാണ് നേരെ കയറിക്കോളൂ. ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ മുഹമ്മദിന്റെ നല്ലൊരു കിടില ഷോട്ട് കിട്ടിയേനെ. കാഷ്യൂ കടി അസോറ ജോസ്. അങ്ങനെ നമ്മൾ പോയ കാര്യം വൃത്തിക്ക് ചെയ്ത് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ച് കിടിലായിട്ടതാ വീണ്ടും വണ്ടി ചാർജിന് വയ്ക്കാൻ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി പോവുക, കിടന്നുറങ്ങുക, അത്താഴം കഴിക്കുക, പിന്നെ അത്താഴം കഴിച്ചിട്ട് കിടന്നുറങ്ങുക. ഇത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്, ബൈ ബൈ. ഒരു ഹൈക്ക് അടിക്കട്ടെ.